ഇപ്പൊ മൊത്തത്തിൽ എന്താ ഗീവ് അവേ അല്ലേ? ഗീവ് അവേ ആണല്ലോ ട്രെൻഡ്. അപ്പോ മോൺസ്റ്റോക്സും ഒരു ഗീവ് അവേ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മള് ഗ്രില്ലിലേക്ക് ഏറ്റവും കൊണ്ടുപോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചേറുമീൻ. വായ ഞാൻ കണ്ടിട്ടില്ല, ചേറുമീനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സൈസുള്ള സൂപ്പർ ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസ്റ്റോക്സ് വൺസ് അഗെയിൻ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ എന്താ ഗീവ് അവേ അല്ലേ? ഗീവ് അവേ ആണല്ലോ ട്രെൻഡ്. അപ്പോ മോൺസ്റ്റോക്സും ഒരു ഗീവ് അവേ ചെയ്യാന്ന് വിചാരിച്ചു. മോൺസ്റ്റോക്സ് തന്നെയല്ല, മോൺസ്റ്റോക്സും ബ്രാവോയും കൊയിലോ നട്ട്സും ചേർന്നിട്ട് ഒരു ഗീവ് അവേ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ പിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേക് ഹെഡിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ പിടിച്ചത് അൻവറാണ്. ഇനി വരുന്ന വീഡിയോ അതിന്റെയാണ്. ആ വീഡിയോയിൽ ആ മീനിന്റെ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ സസ്പെൻസ്. അപ്പോ അതിന്റെ തൂക്കം എത്രയാണ്, അതിന്റെ തൂക്കം എന്നുള്ളത് കൃത്യം ഏറ്റവും ക്ലോസ് ആയിട്ട് പറയുന്നവർക്കാണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ തൂക്കം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ വന്ന് കറക്റ്റായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ നല്ല കമന്റ് വരുന്നവർക്കൊക്കെ വേറെ ചില പാരിതോഷികങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഫിഷിന്റെ വെയിറ്റ് കമന്റ് ചെയ്യുന്നതിന്റെ ഒപ്പം അതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഏറ്റവും അടുത്ത ആൾക്ക് നമ്മൾ പ്രൈസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരും അതേപോലെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ടാവണം കമന്റിന്റെ ഒപ്പം. ഓക്കെ, ഇതിന്റെ വിജയം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതിയാണ്. ഓക്കെ, ഏപ്രിൽ 30-ാം തീയതി നമ്മൾ കറക്റ്റ് ഇത് ക്ലോസ് ചെയ്ത് ആർക്കാണ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഇതിന് സിമിലർ ആയിട്ട് ഒരേപോലത്തെ വെയിറ്റ് ആരെങ്കിലും കമന്റ് ചെയ്താൽ, അല്ലെങ്കിൽ കറക്റ്റ് വെയിറ്റ് പലരും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെയായിരിക്കും ആളെ തിരഞ്ഞെടുക്കുക. ഇതിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത് നമ്മുടെ ലൈവില് മോൺസ്റ്റോക്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങൾ, അതായത് മോൺസ്റ്റോക്സും അതേപോലെ ബ്രാവോയും അതേപോലെ തന്നെ കൊയിലോ നട്ട്സും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ബ്രാവോയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഓൾറെഡി കൊയിലോ നട്ട്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അൾട്രാലൈറ്റ് സീരീസിൽ വരുന്ന ബ്രാവോയുടെ എക്സീഡ് റോഡും 100% കാർബൺ ആണ്. അതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഭയങ്കര ഹാൻഡിയാണ്, ഭയങ്കര സുഖമാണ് ഇത് യൂസ് ചെയ്യാൻ കേട്ടോ, ഭയങ്കര ഫീലാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ FX 1000 സൈസ് റീലാണ് കൊടുക്കുന്നത്. അതും ഇതിന് കറക്റ്റ് കോംബോയാണ്. അതേപോലെ തന്നെ ബ്രാവോയുടെ ബ്ലാക്ക് ടിപ്പിന്റെ 12 LB ലൈൻ. ഓക്കെ, 0.6 mm ഈ ലൈനും ആണ്. ഇത് മൂന്നും കൂടെയാണ് ആരാണോ ഗസ് ചെയ്യാൻ കഴിവുള്ളത് അവന് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിലുള്ള ഈ ഒരു ഇതിനകത്ത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ആർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇതില്ല, അവരാരും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക. നല്ല കമന്റുകൾക്ക് പ്രൈസ് ഉണ്ട്. അതേപോലെ നമ്മൾ കറക്റ്റ് ഇതിനോട് അടുത്ത് വരുന്നവർക്ക് ഈ ഒരു പ്രൈസ്, ബമ്പർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സീ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അന്ന് നമ്മൾ കഴിഞ്ഞ തവണ ഇതിന് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഡാമിൽ വെള്ളം പിടിച്ചിട്ടാകുന്ന സമയത്ത് ഏകദേശം ഇതേ കാണുന്ന ആ കാട് കാണുന്നതിൻ്റെ തൊട്ട് താഴെ ആ പച്ചപ്പുല്ല് കാണുന്നതോടും വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാട്ടിൽ കയറിയിട്ടാണ് ഓൾറെഡി ഇവിടെയൊക്കെ വന്നത്. ഇതിലൊന്നും നമുക്ക് വരാൻ പറ്റത്തുണ്ടായില്ല. ഇപ്പോൾ കണ്ടമാനം വെള്ളം താണു. ശരിക്കും ഒരു മലയിടുക്ക് പോലെയാണ് ഇവിടെ. ഇത്രയും താഴെയാണ്. ഇനിയും എന്തോരം താഴ്ചയുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ ഇനിയും ഒത്തിരി താഴ്ചയുണ്ടെന്നാണ് തോന്നുന്നത് താഴേക്ക്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നമുക്ക് നോക്കിയാൽ കാണത്തില്ല, ഭയങ്കര ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും മീൻ അടിക്കുമോ എന്നൊക്കെ നോക്കാം. ഓക്കെ, എത്ര നിറച്ച് വരാനാണല്ലോ. എന്തായാലും 2 മുങ്ങിക്കണോ ചേട്ടാ? തേച്ചേൻ്റെ ഫ്രണ്ടിൽ 2 വരാൽ മുങ്ങിക്കണം കേട്ടോ. ഫ്രോഗ് പറഞ്ഞിട്ടൊന്നും എന്ത് അടിക്കുന്നില്ല കേട്ടോ അവർ, ഒരു രക്ഷയില്ല. അൻവറിനെ ചെറുമീൻ അടിച്ചിട്ടുണ്ട്, അടിപൊളി. എൻ്റെ അമ്മേ, ചെറുമീനാ വലിയൊരു മീൻ. ഒമ്പോ ഹെവി, ഒന്നും എടുക്കാൻ പറ്റില്ല, ചെരുപ്പ് പോലും ഇല്ലണ്ടാ. വലിയ മീനാണോ? ഇതിനകത്തുള്ള ചെറുമീനില്ലാന്ന് പറഞ്ഞ നമ്മള് ചെറുമീൻ എന്നെ അറിയണ മീന്.
എൻ്റെ അമ്മേ, കല്ലി മുട്ടിക്കലടാ, കല്ലേ മുട്ടിക്കലടാ. അതാ പറഞ്ഞേ, ഒത്തിരി നേരം നിർത്തണ ബുദ്ധിയല്ല. പയ്യെ 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 പയ്യെ. ആദ്യം ഇടണോ ചെറുമീനടിച്ചാൽ ഇത്ര കഷ്ടപ്പെടാല്ലേ. മീൻ എന്ത് അനങ്ങണല്ലോ കേട്ടോ. എടാ ബ്രാവോടെ ഫ്രോഗ് ഉണ്ടോ അല്ലേ? കഴിഞ്ഞ ദിവസം ഇതിനകത്ത് തന്നെ വലിയ തുറന്ന് കയറ്റ്. ബ്രാവോടെ മൊട്ടോ എസ്റ്റോ അടിപൊളി. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ, കുക്ക് ചെയ്തോ. എൻ്റെ അമ്മേ, ഇങ്ങ് വാ ഇങ്ങ് വാ. ഉണ്ടാ അമ്മോ, ഇത്ര സൈസ് ഉണ്ടായിരുന്നത്, ഇത്രയുള്ള മീനാണത്. ചേട്ടൻ പറഞ്ഞത് എത്ര കിലോ? 4,200. ചേട്ടൻ പറഞ്ഞോ 4,200. 4+ ഏകദേശം. എന്നാലും ഞാൻ 4,400. 4,800 ഉണ്ടാവും. ചെറുമീനല്ലേ 4 കിലോന് മേളിൽ 4 ഉണ്ട്. 4,800 എന്തായാലും കാണണം. എൻ്റെ അമ്മേ, ഇതല്ല ഇത് ആ ഫ്രോഗ് കാണിച്ചു കൊടുത്തറ. കണ്ടോ നമ്മുടെ ബ്രാവോടെ മോട്ടോ എസ്റ്റോ ഇരിക്കുന്നുണ്ടോ? ഇത് പിടിച്ചാ ഫ്രോഗ് ഒന്ന് ഇളക്കി കാണിച്ചു കൊടുത്തേച്ചാ. അല്ല 3 പേരോടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തേക്കാം. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഗിനെ മീനെ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. പുള്ളിയൊരു പാറ്റാന്ന് ഓർത്ത് അടിച്ചാന്ന് എനിക്ക് തോന്നണം. മതിയായ ഫ്രോഗ്. ഏത് ഫ്രോഗാന്ന് പറഞ്ഞ? ബ്രാവോ മോട്ടോ എസ്റ്റോ. അതൊന്നും പ്രശ്നമില്ല. എന്റെ മെയിൻ അളവാണ് വീഡിയോയില്. ശേഷം കൂടി അടുപ്പിച്ചിന്ന് 3 പേരെ വീതിയുണ്ട്. എന്റെ അമ്മേ, ഈ വാലും കൊണ്ട് സത്യേട്ടൻ പ്രതീക്ഷയിലാണ്. അമ്മ അടുത്ത് ചുമ്മാ ഇരിക്കുന്നത്, ചുമ്മാ നിറഞ്ഞോണ്ടിരുന്ന ഓപ്പൺ വാട്ടറിൽ അടിയാണ്. സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല. സ്ട്രൈക്ക് കിട്ടിയാണെങ്കിൽ അടി കേട്ട് നെട്ടി നോക്കിയതാ. ഒരു കഴിവില്ല, പ്രത്യേകിച്ച് ഒരു സ്കില്ലും കാണിക്കാതെ വെറുതെ ഇന്ന് ലാസ്റ്റ് മീൻ അടിച്ചു കഴിഞ്ഞപ്പോ കണ്ടായിരുന്നു. അപ്പോ ഇതാണ് നമ്മൾ പിടിച്ച ആ ഹ്യൂജ് സ്നേക്ക് ഹെഡ്. ഇത് എക്സ്ട്രാ ഓർഡിനറി സൈസാണ്. ഇതിനേക്കാൾ വലുത് പിടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം. അവരെല്ലാവരും കമന്റ് ചെയ്തോളൂ. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഇനിയും മീനുകൾ ഇവിടെ ഉണ്ട്. ആർക്ക് വന്നാലും നമുക്ക് സ്പോട്ടിൽ പോയിട്ട് പിടിക്കാം. നമുക്കിവിടെ ഓൾറെഡി സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു പ്രശ്നമില്ല. ആർക്ക് വന്നാലും ഇതിന് അതുപോലെ വലിയ കാർപ്പുകളുണ്ട്. കാർപ്പുകൾക്ക് ഞങ്ങൾ അധികം ട്രൈ ചെയ്തില്ല. വലിയ സൈസ് കാർപ്പുകൾ, അതായത് 100 kg സൈസ് വരുന്ന മറ്റേ സിൽവർ കാർപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ പുഴയിലുള്ളതാണ്, ഡാമിലുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാൾ, അതായത് ഇവിടെ 9 കിലോയും 10 കിലോയും 12 കിലോയും വരെയുള്ള സ്നേക്ക് ഹെഡ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ പോയി എറിയുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലെറ്റ് us see the video.
അപ്പോൾ നമ്മളിതിന്റെ മസാല റെഡി ആക്കിയിട്ട് ഓൾറെഡി അതിനകത്ത് വേറെ ഒന്നുമില്ല, ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക്, നമ്മളിപ്പോൾ കുറച്ച് കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്, കുടംപുളി പിഴിഞ്ഞതും കൂടെ. പിന്നെ ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിന്റെ ഈ ഒരു എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഉപ്പിന് നമ്മൾ ഫസ്റ്റ് ഉപ്പങ്ങ് ചേർത്തു. ഉപ്പ് ചേർത്ത് ഇത് ചെയ്തിട്ടേക്കാണ് ഓൾറെഡി. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. മസാല ശരിക്കും നമ്മൾ ഇത്രയും തിക്കായിട്ടുള്ള മീനായതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങണം. പട്ടിക്കൂട്ടിന് രാവിലെ ഒരു മുട്ടയെ കൊടുത്ത് അവനെ കെടുത്തേക്കണം. ഇനി ഇവിടെ നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറ സൈഡിലും തേച്ച് പിടിപ്പിക്കാം. ഇവിടെ നമ്മൾ പറിച്ചെടുത്ത കാന്താരി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ മീനിനെ ഗ്രില്ലിലേക്ക് കയറ്റുവാണ്. ഇന്ന് ചടിപ്പാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും കൂടെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റ് ചെയ്യണം. മീനിനെ നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റാൻ കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ സേറാൻ. ഇച്ചിരി തള്ളിവിട്ടു. അപ്പൊ നമ്മളെ ജങ്കൻ ചേർമീൻ, ജങ്കൻ എല്ലാം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഈ തീരെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്താ ഒരു സുഖം. അപ്പൊ നമ്മളെ കേട്ടാലേ ചെതറൻ ചേറാൻ അതേ അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മളെ തിരിച്ചു വെച്ച്, കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, നല്ല ചെതറൻ ചൂട് കേട്ടോ. ബബിൾസ് വന്നുണ്ടോ. നമുക്ക് ഈ കത്തിപ്പോണ മസാലക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിന്നെ കത്തുന്നല്ലോ അച്ഛനെ തടി. കുഴപ്പമില്ല. ഒന്നും ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കാം. നമുക്കൊന്ന് മറിച്ച് വെക്കാം. അതെ, നമുക്ക് മറിച്ച് വെക്കാം കേട്ടോ. അടിപൊളി. സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയല്ലേ? അതെ അതെ, കാറ്റവിടെ, കാറ്റും. ഏകദേശം പാകമായിട്ടുണ്ടല്ലേ പക്ഷേ? യെസ്, കഴിക്കാൻ മാത്രമായി. കുറച്ചുകൂടെ സെറ്റ് ആയിരിക്കും. ഞാൻ കൊല്ലത്ത് വന്നേക്കുന്നത്. എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന് ഇവിടം വരെ? എന്തായാലും ഒരു 6 മണിക്കൂർ ഓട്ടം ഉണ്ട് എനിക്ക് ഇവിടുന്ന്. 6 മണിക്കൂർ ഉണ്ടായി ഇവിടെ വന്നേ. ഒറ്റയ്ക്കാ വന്നേ. അപ്പോഴ് ഏകദേശം 2-2:30 ആയപ്പോഴാണ് ഇറങ്ങിയ വീട്ടിൽ നിന്ന്. അപ്പൊ വന്നേന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ മീനെ കാണാനും ഇതിനെ കഴിക്കാനും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചേറുമീൻ. വായ ഞാൻ കണ്ടിട്ടില്ല, ചേറുമീനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സൈസുള്ള. അങ്ങനെ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചപ്പാത്തി കൂടി ഇടുക കേട്ടോ കഴിക്കാനുള്ള. മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെയിലും വന്നു, അടിയിൽ നിന്ന് മുകളിൽ നിന്നും ചൂടായി. അതെ, മീൻ റെഡി ആയിരിക്കുന്നു. തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുപ്പിച്ച് വെക്കണം പറയാ. അപ്പോ നമ്മുടെ മീനും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത്തിരി താമസിച്ചു പോയി, എന്നാലും കുഴപ്പമില്ല. ഏകദേശം ഒക്കെ ടൈം കറക്റ്റ് ആണ്. നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് പൊടിമഴയുണ്ട്, അതേപോലെ ഇപ്പൊ നല്ല വെയിലും തെളിഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കാര്യം പറഞ്ഞാൽ ഞാൻ തന്നെ കഴിച്ചു നോക്കാനാ പറഞ്ഞത് ആദ്യം. അപ്പൊ അങ്ങനെ ജയന്റിനെ നമ്മളൊരു നല്ല പീസും എടുക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് മയം ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് കേട്ടോ. ഇന്നോർത്തേണ്ടത് ഹെൽത്തി ആണെന്നൊന്നുമല്ല. ഒരു ചപ്പാത്തി, ഒരു ബ്രെഡ്, കുറച്ച് സലാഡ്. ക്യാബേജ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ ക്യാബേജാ, ചെറുതാണ്. കൊള്ളാം. ഉപ്പൊരു കുറച്ചുകൂടി ആയിരുന്നു. ഉള്ളിലേക്ക് അടിപൊളി. ഞാനിപ്പോ എന്താ പറയണ, ബാക്കി എല്ലാവരും കഴിച്ചിട്ട് പറയട്ടെ. സംഭവം കൊള്ളാം. മനുഷ്യനൊരു പീസ് കഴിച്ചു. വേണ്ട കേട്ടോ, ഉപ്പുണ്ടോ? കറക്റ്റാ. മുകളിൽ ഉപ്പുണ്ട്, അടിയിലോട്ട് ഉപ്പില്ല. അപ്പൊ കറക്റ്റായി. എരിവുണ്ട് കേട്ടോ, അടിപൊളിയാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. കുറച്ച് കൂടുതലാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറുമീൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാനിപ്പോ കൊല്ലത്തുനിന്നാ വരുന്നത്. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല. മോൺസ്റ്റർ ഹൂക്സ് എന്തുണ്ടാക്കിയാലും
അപാര ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് 6 മണിക്കൂർ യാത്ര ഉണ്ട്, എന്നിട്ട് ഞാൻ ഈ ചെറുമീൻ കഴിക്കാനായിട്ടോ പറഞ്ഞത്. സത്യം ഉപ്പ് കൂടെ അധികമാ, പക്ഷെ അകത്തോട്ടില്ല. മനസ്സിലായിട്ടില്ലേ? ചപ്പാത്തി ബ്രെഡ് കഴിക്കെടുത്ത് കഴിക്കും. സൂപ്പർ അടിപൊളിയല്ലേ? അൻപത് പിടിച്ച മീനല്ലേ? എന്നും അങ്ങനല്ലേ? അങ്ങനെയാലോ. രതീഷേ എങ്ങനെയുണ്ട്? പിള്ളേര് പേര് രതീഷ് എന്നാണ് കേട്ടോ. ഇത് ചുട്ടിപ്പാറ അല്ല, വേറെ ഏതോ പാറയാ, കമ്പിളിപ്പാറ കേട്ടോ ഇത്. ചേട്ടാ, ചേട്ടന്റെ പേര് എന്തായിരുന്നു? ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടോ ഇവരൊക്കെ. അപ്പൊ സജീവ് ചേട്ടൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? എല്ലാ ചേരുവകളും ചേർന്നിട്ടുണ്ട്. പേടിപ്പിച്ചു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ്. ഇത്രയും വലിയ മീനാകുമ്പോ മീറ്റിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞത്. നല്ല വലിയ ചിക്കന്റെ ചെസ്റ്റ് പീസ് എടുക്കുമ്പോഴുണ്ട്. ഒരു പിശക്കരും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാളി അങ്ങ് കീറി വെച്ചിട്ട് ഇല്ല, ഇങ്ങനെ മൈനസിലേക്ക് മുക്കിട്ട് പൊന്മുടി വരാൽ അപാര ടേസ്റ്റ് കേട്ടോ. എന്താണായത്? അഭിപ്രായം പറയടാ. 1.5 കിലോ ഒറ്റടിക്ക് വീട്ട്, 1.5 കിലോ വീട്ടായിട്ട് ഒറ്റടിക്ക് വായ്പ. ഇപ്പൊ വായിലിരിക്കണ ഏതാണ്ട് നമ്മൾ കോട്ടയത്ത് നിന്ന് വിളിക്കുന്ന ഒരു ചെറുവരാൽ. ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. കൊള്ളാം, കറിയൊന്നും വെക്കല് ഇതുണ്ടോ ഇനി? അടിപൊളി സെറ്റാണ്. നല്ല മസാലയാണ്, നല്ല ഫ്ലേവറാണ്. എന്നെ പോലെ ആവേശം പിടിച്ച് കഴിക്കാതിരിക്കുക, ഇങ്ങനെ ഇരിക്കും. സംഭവം പൊളിയാണ്. വരാലിലുള്ള ചെറുമീനെ കൊണ്ടുവന്നിട്ട് അതിവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ പൊന്മുടിയിൽ ഒന്ന് പോകാന്നുണ്ട്. വൈകിട്ട് വെറുതെ പൊന്മുടി പോയി. കിട്ടുമെന്ന് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ അത്രയും വലിയൊരു മീനുണ്ടെന്നും ഒരു ധാരണയില്ല. എനിവേ എന്താണെങ്കിലും കറക്റ്റ് അത് അൻവറിന് തന്നെ, മാൻഡ്രേക്ക് അൻവറിന് തന്നെ അടിച്ച് ചെമണ്ട ചെറുമീൻ. ഒരു എക്സ്പീരിയൻസ്, ഇത്രയും ഒരു എക്സൈറ്റഡ് ആയിട്ടില്ല ഒരു മീൻ അടിച്ചിട്ട്. അത്രത്തോളം രസകരമായിരുന്നു. അങ്ങനെ ഗ്രില്ലിന് ചാരം പറയണല്ലോ കാറ്റടിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആശാനാണെങ്കിൽ രാത്രി പോകുന്ന അവിടുന്ന്, രാത്രി പോകുന്ന ഒട്ടും ഉറങ്ങിയിട്ടില്ല, ആകെ ചീഞ്ഞളിഞ്ഞിരിക്കുവാണ്. തീർച്ചയായും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. എന്റെ അമ്മോ ചാരോട് നടത്തണ്ട. അപ്പോ ഇനി വേറെ കൂടുതലൊന്നും പറയുന്നത്. സൈനിങ് ഓഫ്, ബൈ.